ഈ മണ്ണ് ചരിത്രമണമുള്ള അനേകം കഥകളാൽ സമ്പന്നമാണ്. നെയ്യാറ്റിൻകരയിലെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചിപ്പിലാവും മലയാള സാഹിത്യത്തിൽ ചരിത്രമാനങ്ങളോട് തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതേ തലയെടുപ്പോടെ ഈ ക്ഷേത്രമുറ്റത്ത് ഒരു കൊമ്പനാനയും നിന്നിരുന്നു. പേര് ഗണേശൻ. ഗണേശൻ ഇന്നില്ല. എന്നാൽ ചിലർ ഇപ്പോഴും ഗണേശനെ കാണുന്നുണ്ട്. അതേ ആഠ്യത്വത്തോടെ, പ്രൗഢിയോടെ. അങ്ങനെയെങ്കിൽ ഗണേശൻ ചരിഞ്ഞെന്ന് എങ്ങനെ വിശ്വസിക്കും? മഠത്തിൽ മോഹൻ എന്ന കൊമ്പനെ ഗണേശനാക്കി നിർത്തുന്നതിൽ അങ്ങനെ നിരവധി സമാനതകളുണ്ട്. മാത്രമല്ല, നിരവധി പേരുടെ മനസ്സിൽ ഗണേശൻ ഇന്നും മഠത്തിൽ മോഹൻ എന്ന ഗജവീരനിലൂടെ ജീവിക്കുന്നു. നെയ്യാറ്റിൻകരയിലെ പൗരപ്രമുഖനായ മഠത്തിൽ രാധാകൃഷ്ണന്റെ ആനയാണ് ഈ മഠത്തിൽ മോഹൻ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയായിരുന്ന ഗണേശനെ ക്ഷേത്രത്തിലേക്ക് വാങ്ങുന്നത് മഠത്തിൽ രാധാകൃഷ്ണൻ ക്ഷേത്രം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. കൊല്ലത്തെ പ്രമുഖ ആനസ്നേഹിയും നിരവധി കൊമ്പന്മാരെ വളർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആതിര രവിയിൽ നിന്നാണ് അന്ന് ഗണേശനെ വാങ്ങുന്നത്. ഗണേശൻ അമ്പലമുറ്റത്ത് സർവപ്രതാപങ്ങളോടും കൂടി നിൽക്കുന്ന കാഴ്ചകൾ കണ്ട് മോഹിച്ചാണ് രാധാകൃഷ്ണൻ സ്വന്തമായൊരു ആനയെ വാങ്ങുന്നത്. ഗണേശൻ ചരിയുന്നതിന് മുമ്പ് തന്നെ രാധാകൃഷ്ണൻ മോഹനെ വാങ്ങിയിരുന്നു. കേരളത്തിൽ നിന്നും ഒരാനയെ കിട്ടുന്നതുവരെ കാത്തു നിൽക്കുവാൻ രാധാകൃഷ്ണന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആസാമിലേക്ക് തിരിക്കുന്നത്. ആസാമിലെ ജോർഹട്ടാണ് ഇവൻ്റെ സ്വദേശം. ആനയെ സ്വന്തം വീടിൻ്റെ അലങ്കാരമായി കരുതി വളർത്തിയിരുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ പ്രതാപശാലിയായിട്ടായിരുന്നു ഇവൻ കുറേ കാലം കഴിഞ്ഞത്. അവിടെ നിന്നും പിന്നെ റാബിൻ കിന അഹമ്മദ് എന്ന ആൾ മോഹനെ വാങ്ങി. ഇക്കാലത്തിനിടയിലെല്ലാം ഇവൻ്റെ പേര് മോഹൻ എന്ന് തന്നെയായിരുന്നു. 2002 മഠത്തിൽ രാധാകൃഷ്ണൻ ആസാമിലെത്തുന്നത്. അന്ന് മോഹന് 33 വയസ്സ് പ്രായം. കിന അഹമ്മദിൻ്റെ വീട്ടിൽ ഒരു താപ്പാനയായിട്ടാണ് ഇവൻ കഴിഞ്ഞിരുന്നത്. അന്നും ഇന്നും മോഹൻ ശാന്ത സ്വഭാവക്കാരനാണ്. രാധാകൃഷ്ണൻ സ്വന്തമാക്കി കഴിഞ്ഞിട്ടും ആ പേര് മാറ്റിയില്ല. ഒരു ചെറിയ മാറ്റം മാത്രം. വെറും മോഹൻ മഠത്തിൽ മോഹനായി. മോഹൻ്റെ അഴക് ആ വിരിഞ്ഞ മസ്തകത്തിലും നീണ്ട തുമ്പിക്കൈയിലും ഒക്കെയാണ്. എടുത്ത കൊമ്പും മുറമ്പോലുള്ള ചെവികളും എല്ലാം ശ്രദ്ധയോടെ കാണുന്ന മനോഹരമായ കണ്ണുകളും ആ പദചലനങ്ങളുമെല്ലാം സമ്പൂർണ്ണ ആന ലക്ഷണത്തിൽ പെടുന്നത് തന്നെ. എപ്പോഴും സ്നേഹം തോന്നിക്കുന്ന ആ ആകാരം തന്നെയാണ് നാട്ടുകാർക്കിടയിലും ഇവനെ പ്രിയങ്കരനാക്കി നിർത്തിയിരിക്കുന്നത്. 2002 രാധാകൃഷ്ണൻ ആനെ ആസാമിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ നാട്ടുകാർക്ക് ആർക്കും ഒരു ശല്യമോ ഒരു ബുദ്ധിമുട്ടോ ഈ സെക്കൻഡ് വരെ ഉണ്ടായിട്ടില്ല. വളരെ നല്ല സ്വഭാവമുള്ള ആനയാണ്. ഏത് കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് പോയാൽ ഇടപഴകുകയും ചെയ്യാം.